വീട് വെച്ച് കഴിഞ്ഞ ലക്ഷ്മി നക്ഷത്രം വന്നിട്ടുണ്ടായിരുന്നു വീട്ടില്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സ് കല്ലായെങ്കിൽ പിന്നെ നമ്മൾ എന്നെ കേൾക്കാൻ, നമ്മുടെ ദേഹത്തിനിട്ട് അടിച്ചാൽ നമുക്ക് വേദന എടുക്കും. അങ്ങനെ ഒരു മൈൻഡ് എനിക്കിപ്പം. എന്നെ വന്ന് ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ അടിച്ചാൽ എനിക്ക് വേദന എടുക്കും, പക്ഷെ എനിക്ക് ഈ കുത്തുന്നതോ ഒന്നും ഒരു വേദന എടുക്കത്തില്ല. അപ്പം ഇന്നലെ അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞാൻ സുധിയെ വിറ്റ് ലക്ഷ്മി ജീവിക്കുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പാഷാണ് ഷാജി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിനെ പറ്റി കൂടുതൽ ഷാജി ചേട്ടൻ സുധി ചേട്ടൻ്റെ ഒക്കെ പണ്ട് തൊട്ടുള്ള ഫ്രണ്ട്സാണ്, അവർ സഹോദരങ്ങളാണ്. കൊല്ലത്തെ വീട്ടിലെ ഫാമിലിയൊക്കെ ആയിട്ട് അവർക്ക് ഭയങ്കര ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അതിനൊരു കാര്യമുണ്ട് ചേച്ചി, പെർഫ്യൂം ലക്ഷ്മിയോട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ശരിക്കും പുള്ളിക്ക് ചൊടിപ്പിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പറയാൻ. പെർഫ്യൂമിന്റെ വിഷയം നേരത്തെ പറയുന്ന ആയിരുന്നല്ലോ, അഭിനയം അത്ര അഭിനയമാണ് ചിന്നു നമുക്കത് കൊണ്ട് തന്നത്. ആ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചേച്ചി ഇപ്പം സുധിച്ചേട്ടൻ്റെ പാത പിന്തുടരുവാണോ? കാരണം നാടകത്തിലേക്ക് ഉണ്ടല്ലോ, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? നാടകം ഞാൻ ആസ്വദിച്ചാണ് അഭിനയിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാടകം. ആദ്യമായിട്ട് ഉദ്ഘാടനത്തിൻ്റെ അന്ന് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് പോയിട്ട് എനിക്ക് വിറയ്ക്കുവാണേ. ഫസ്റ്റ് അല്ലേ നാടകം എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. അതും അത്ര വലിയ ആർട്ടിസ്റ്റുകളുടെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്, 50ാമത്തെ വർഷത്തെ നാടകമാണ് അവരുടെ. പ്രൊഫഷണൽ ആർട്ടിസ്റ്റും എന്താ പറയുക ഡ്രാമ, അത് ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്നവരെല്ലാം, എൻ്റെ കൂടെ അഭിനയിക്കുന്നവരെല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റുകൾ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടില്ല. അപ്പം എല്ലാവരും ചോദിച്ചത് ആദ്യമായിട്ട് തന്നെയാണോ അഭിനയിക്കുന്നത്, നാടകത്തിൽ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം കയറാതിടത്ത് ഭയങ്കര ടെൻഷൻ. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ടിവാൻഡ്രോ ആയപ്പോഴത്തേന് ഫുൾ ധൈര്യം കിട്ടി. അതുപോലെ ഇത് കഴിഞ്ഞുകൊണ്ട് അവിടെ വലിയ വലിയ സാംസ്കാരിക, അതായത് ഈ നാടകത്തിന്റെ വലിയ വലിയ ആൾക്കാർ ഉണ്ടായിരുന്നു. സിനിമ സീരിയൽ നടൻ, എനിക്ക് കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഗ്രീൻ റൂമിന്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ ആ കുട്ടി കഴിഞ്ഞോണ്ട് ഓടി വന്ന് കൈത് സുധിച്ചേട്ടൻ്റെ വൈഫല്ലേ രേണു സുധി എന്ന് കേട്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നുന്നു നന്നായിട്ട് ചെയ്തു കേട്ടോ. ഞാൻ സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ട് കേട്ടോ. എനിക്ക് കുട്ടിയുടെ പേര് മതി, സി കേരളത്തിനകത്തൊക്കെ ഉള്ളതാ, സീരിയൽ നടനാ. പിന്നെ നന്നായിട്ട് ചെയ്തു. എന്താ പറയാ, ഫസ്റ്റ് നാടകം ചെയ്യണമെന്ന് പറയത്തേയില്ല, ഇതുപോലെ നല്ല ഉഗ്രം പെർഫോമൻസ് പറഞ്ഞു. അങ്ങനെ പറയിക്കാൻ ഒരു കഴിവ് വേണം. കാരണം അത്രയും പേരുടെ ജനങ്ങളുടെ മുന്നിൽ സ്റ്റേജിൽ ലൈവായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞാൽ അതൊരു ധൈര്യം തന്നെ വേണം. ഞാൻ എന്നെ പുകഴ്ത്തിയതല്ലേ നാളെ പറയാനുള്ള സ്വയം ഒരിക്കലും അല്ല കേട്ടോ. കാരണം വേറൊരു കാര്യമുണ്ട്, നാടകത്തിനെ നമ്മൾ നേർക്ക് നേരെ നോക്കുന്നില്ലല്ലോ, ജനങ്ങളെ നമ്മൾ നോക്കുന്നില്ല. നമ്മൾക്കൊരു ഐ കോണ്ടാക്ട് വേറെ ഉണ്ടല്ലോ ജനങ്ങളുമായിട്ട്. അതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ നാടകത്തിന്റെ ഏറ്റവും സെറ്റ് എനിക്കറിയില്ല. വലിയ വലിയ ആൾക്കാർ അത് അവരുടെ അഭിനയം കണ്ടും കേട്ടും പഠിച്ച്, ഞാനിപ്പം ആ നാടകത്തിനകത്ത് LKG പോലും അല്ല, അതിലും ചെറിയ ജനിച്ച് വീണ ഒരു കുട്ടിയാണ് നാടകത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആസ്വദിച്ച് നമുക്ക് അഭിനയിക്കാൻ പറ്റും. ഭയങ്കരമായിട്ടും ആസ്വദിച്ച് എന്ത് കാര്യം ചെയ്താലും അതിനൊരു പെർഫെക്ഷനും അതിനൊരു ഡെഡിക്കേഷനും ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണല്ലേ. നാടകത്തിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പൊ നാടകത്തിന്റെ വിശേഷങ്ങളാണെങ്കിൽ ഏതാണ് അതിന്റെ കമ്പനി? നാടക സമിതി കൊച്ചിൻ സംഘമിത്ര. അത് വളരെ ഫേമസ് ആയിട്ടുള്ള നാടക സമിതിയാണ്. സതീഷ് സംഘമിത്ര സാർ എന്നൊക്കെ പറഞ്ഞ അവർ 50ാമത്തെ അവരുടെ ഗോൾഡൻ ജൂബിലി നാടകമാണ് ഇരട്ട നഗരം. 50ാമത്തെ വർഷത്തെ അവരുടെ ഗോൾഡൻ ജൂബിലി നാടകത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അവരോട്. അതുപോലെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഈ നാടകത്തിലേക്ക് ഇറങ്ങുന്നത്, സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം എനിക്ക് നാടകക്കാരെ ഒന്നും എനിക്കറിയത്തില്ല. സുധിച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അറിയാം, സിനിമാക്കാരെ 1-2 പേരെയൊക്കെ അറിയാം. അതായത് ഫ്രണ്ട്സ്, സുധിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന ഫ്രണ്ട്സിനെയൊക്കെ, സുധിച്ചേട്ടൻ്റെ സഹപ്രവർത്തകരെ എനിക്കറിയാമെങ്കിലും നാടകത്തിലോട്ട് എനിക്കൊന്നും അറിയത്തില്ല. ഒരു ദിവസം വെറുതെ ഞാനിങ്ങനെ ചങ്ങനാശ്ശേരി എന്തോ ആവശ്യത്തിന് പോയപ്പം സുധിച്ചേട്ടൻ്റെ കൂടെ സ്കിറ്റിൽ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, ഗീതു എന്ന് പറയുന്നത്, കൊല്ലംകാരി ചേച്ചി. എന്നോട് രേണു അല്ലേ? ഞാൻ പറയാതെ രേണു ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ, മൈൻഡൊക്കെ ഓക്കെ ആക്ക്. ആ ചേച്ചി നാടകത്തിലൊക്കെ ഉള്ളതാ, മോള് നാടകം ചെയ്യുന്നുണ്ടോ, ചെയ്യാമോ എന്ന് ചോദിച്ചു. മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകും. ഞാൻ എനിക്ക് നാടകം ഇഷ്ടമായി ചേച്ചി എന്ന് പറഞ്ഞു. ആ ചേച്ചിയാണ് ഇങ്ങനെ നമ്പർ കൊടുത്ത് 2-3 സമിതികൾ വേറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വിളിച്ചാണ് സംഘമിത്ര, കൊച്ചിൻ സംഘമിത്രയുടെ സതീഷ് സാറ് വിളിച്ച്, സാറെന്നൊക്കെ പറഞ്ഞാൽ അത്ര എന്താ പറയുക, വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവരൊക്കെ. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ചേച്ചിമാരാണെങ്കിലും, ഒരു ചേച്ചിയുണ്ട് സാവിത്രി ചേച്ചി, അവരൊക്കെ വർഷങ്ങളായിട്ട് നാടക മേഖലയിലുള്ളതാണ്. പെരുന്ന മധുചേട്ടൻ, CD സോമാനൻ ചേട്ടൻ, പിന്നെ എനിക്ക് തോന്നുന്നത് പുതിയതായിട്ടുള്ളത് ഞാനും പിന്നെ ജോഷി സ്ലീവാപുരം എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അത് അവരൊക്കെ ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും.
നമുക്ക് അവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അഭിനയിക്കുന്ന കൂട്ടത്തിൽ അവരുടെ ആക്ഷൻ, അവരുടെ സംസാരം, അവരുടെ ഡയലോഗ് പ്രസൻസ്, അതുപോലെ മൈക്ക്. ഇപ്പം സിനിമ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതെന്ന് വെച്ചാൽ ആ മൈക്കിൻ്റെ ഇതിലനുസരിച്ച് നമ്മുടെ സൗണ്ട് അങ്ങ് പുറകിലുള്ളവർക്ക് വരെ കേൾക്കണം. എന്നാൽ ഒത്തിരി കാറുകയും ചെയ്യില്ല, എന്നാൽ ആ മൈക്ക് പിടിച്ചെടുക്കണം നമ്മുടെ സൗണ്ട്. അതുപോലെ നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻസ് അതറിയണം. അതുപോലെ ഡയലോഗ് തെറ്റരുത്. കാരണം നമ്മളൊരു ഡയലോഗ് തെറ്റിയാൽ അവർക്ക് പോകും. കാരണം ക്യൂവിലാണ്, നമ്മളൊന്നും തെറ്റിച്ചാൽ അവർ പോകും. അത് തെറ്റരുത്. അങ്ങനെ എല്ലാം നന്നായിട്ട് നമുക്ക് ട്രെയിനിങ് കിട്ടിയായിരുന്നു കേട്ടോ. റിഹേഴ്സലാണ് നല്ല രീതിയിൽ കിട്ടിയോണ്ടാണ് എല്ലാം കൊണ്ട് നല്ലൊരു മൈൻഡ് ഹാപ്പിയാണ്. ഇപ്പം നാടകത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെയാണ് സിനിമ രംഗത്തും കാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു ടൈറ്റിൽ ഷൂട്ട് കഴിഞ്ഞാണ് അതിന്റെ മുന്നോട്ട് എന്താണെന്നൊന്നും അറിയുന്നില്ല നമ്മളിപ്പം. അതിന്റെ പ്രൊഡ്യൂസറോ എന്തോ കുറച്ച് നാളത്തേക്കിന് നിർത്തി വെച്ചേക്കുവാണെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അറിയില്ല, പറയുമ്പോഴല്ലേ അറിയത്തുള്ളൂ. നമ്മൾ ചെയ്തായിരുന്നു അതിന്റെ ടൈറ്റിൽ ഷൂട്ട് കഴിഞ്ഞാണ് കൊല്ലം മണികെട്ട് അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ അതിന്റെ മുന്നോട്ട് അറിയില്ല. ഇപ്പൊ ഞാൻ നാടകത്തിൽ സജീവമായോണ്ട് അപ്പൊ അതിലെങ്ങനെ അങ്ങ് പോവാണ്. അപ്പം നാളെ ഒരു ബിഗ് സ്ക്രീനിൽ കാണട്ടെ എന്ന് ഞാൻ എന്തായാലും ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി വീട്ടിലെ വിശേഷങ്ങളിൽ പോവാണെങ്കിൽ പുതിയ വീട്ടിൽ കയറിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടോ? 3-4 മാസം. കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ, പുതിയ വീട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്താണ് ചേച്ചി? പുതിയ വീട്ടിൽ വന്നിട്ടുള്ള മാറ്റം സ്വന്തം വീടല്ലേ. അതായത് സുധിച്ചേട്ടൻ്റെ സ്വപ്നം, സുധിച്ചേട്ടൻ ലയിച്ചു ചേർന്ന സ്ഥലം. അപ്പം അത് സുധിച്ചേട്ടൻ്റെ ആത്മാവിനിപ്പം നിത്യശാന്തി കിട്ടിക്കാണണം. കാരണം പുള്ളിയുടെ ഏട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട്, സ്വപ്നം. ഞങ്ങൾ അതിലൂടെ താമസിക്കുമ്പോൾ ആളുടെ ആത്മാവിന് എന്തായാലും ഹാപ്പിയാണ്. എനിക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് ഒരു അതിന് മുന്നേ വരെ സുധിച്ചേട്ടൻ്റെ സ്വപ്നങ്ങൾ കാണുമ്പോഴും ഭയങ്കര ഇറിറ്റേറ്റീവ് ആയിരുന്നു. ഞാൻ പുള്ളി കരയുന്നതായിട്ടും വിഷമിക്കുന്നതായിട്ടും ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ ഒരു വീട്ടിൽ വന്നേ പിന്നെ അങ്ങനെ ഒരു സംഭവം ഞാൻ കാണുന്നേ ഇല്ല. അപ്പൊ സുധിച്ചേട്ടൻ ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ വീട്ടിലെ ലൈഫ് അങ്ങനെ നന്നായിട്ട് തീർച്ചയായിട്ടും പോവാണ്. അതായത് സുധിച്ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? എപ്പോഴും ഒരുപാട് പേര് വന്നിട്ടുണ്ട് സുധിച്ചേട്ടൻ്റെ വീട് കാണാൻ. ഇതിലേക്ക് പോകുമ്പോഴത്തേനെ ഇവിടെയല്ലേ സുധിച്ചേട്ടൻ്റെ വീട്, വന്ന് കണ്ടോളൂ, ഞങ്ങൾ കണ്ടോളൂ, അതിനെന്താന്ന് ചോദിക്കും. കാണാറൊക്കെ ഉണ്ട്. ദൂരെ നിന്നൊക്കെ ആൾക്കാരൊക്കെ, ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച ആൾക്കാരൊക്കെ വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ സുധിച്ചേട്ടൻ്റെ വീട് കാണാൻ. അത്രയ്ക്ക് ഇഷ്ടമാണ് ആ ഒരു കലാകാരനെ. നേരത്തെ പറഞ്ഞ പോലെ നാടകത്തിൽ സുധിച്ചേട്ടൻ്റെ പാത പിന്തുടരാണോ എന്ന് ഞാൻ ചോദിച്ചത്. അത്രയും നല്ലൊരു ആർട്ടിസ്റ്റാണ് സുധിച്ചേട്ടനെ. പിന്നെ ഈ ഒരു വീട് വെച്ച് ഹൗസ് വാമിങ് കഴിഞ്ഞ് കയറിയ ശേഷം ഇപ്പൊ ഒരുപാട് പേര് കാണാൻ വന്നെന്ന് പറഞ്ഞിട്ടില്ല. ലക്ഷ്മി നക്ഷത്രം വന്നിട്ടുണ്ടായിരുന്നു വീട്ടില്. ചിന്നു ഉടനെ തന്നെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ചിന്നു ഫ്രീ അല്ലായിരുന്നു ആ സമയത്തെ. കുട്ടിക്ക് നല്ല തിരക്കായിരുന്നു. അപ്പൊ കുട്ടി ഫ്രീ ആയപ്പോ എനിക്ക് തിരക്കായിപ്പോയി, നാടകത്തിലെ ആയിപ്പോയി. അപ്പം ഫ്രീ ആകുമ്പോൾ ഉടനെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നും വിളിക്കും കേട്ടോ, മെസ്സേജ് അയക്കും, എന്നും ഉണ്ട് ഞങ്ങളുടെ. ഈ ലക്ഷ്മി നിങ്ങളെ വെച്ചിട്ടേ ഇങ്ങനെ കാശ് ഉണ്ടാക്കാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ അതിനെപ്പറ്റി എന്താ ചേച്ചിക്ക് പറയാൻ? അത് എല്ലാ ഇന്റർവ്യൂസിലും അങ്ങനെ തോന്നുന്നുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. ആ കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, എന്നെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും പറയുന്ന പോലെ ആ കുട്ടി നമ്മുടെ സുധിച്ചേട്ടൻ്റെ അനിയത്തി കുട്ടിയാണ്. നമ്മുടെ കൂടെ എന്നും അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെ കരുതുന്നുണ്ട്. എല്ലാ മാസവും ഞാൻ പറയുന്ന പോലെ അത് ഇന്ന് വരെയും നിർത്തിയിട്ടില്ല. എല്ലാ മാസവും നമ്മളെ കരുതുന്നത്, ഇന്ന് വരെ അത് നിർത്തിയിട്ടില്ല. എല്ലാ മാസവും നമുക്കത് തരുന്നുണ്ടാകും പൈസ. പിന്നെ അത് മാത്രമല്ല ലക്ഷ്മി എന്താ പൈസ തരുന്ന മാത്രമല്ല കേട്ടോ, കുട്ടി എന്നും നമ്മളോട് ഇതൊരു ആശ്വാസത്തിന് എന്ത് കാര്യത്തിനും ഉണ്ട്. അത് മാത്രമല്ല ലക്ഷ്മി എന്താ വീഡിയോ എടുത്ത് കാശുണ്ടാക്കുന്ന അതിനെ പറ്റിയിട്ട് പാഷാണ് ഷാജി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടായിരുന്നു? ഞാനത് കണ്ടില്ല, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ തോന്നിയത്? സുധിച്ചേട്ടൻ്റെ ഒക്കെ പണ്ട് തൊട്ടുള്ള ഫ്രണ്ട്സാണ് അവര്, സഹോദരങ്ങളാണ്. അതുപോലെ ചിന്നു എൻ്റെ സഹോദരിയാണ്. എനിക്കതിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം പറ്റില്ലെന്നല്ല, എനിക്കറിയില്ല ഞാനത്. കാരണം സുധിച്ചേട്ടനൊക്കെയാണ് നേരത്തെ തൊട്ടേ എന്നെക്കാളും മുന്നേ അറിയാവുന്നതാണ് സുധിച്ചേട്ടൻ. അവർക്കൊക്കെ സുധിച്ചേട്ടൻ്റെ സഹോദരനാണ്. അവരുടെ കൊല്ലത്തെ വീട്ടിലെ ഫാമിലിയൊക്കെ ആയിട്ട് അവർക്ക് ഭയങ്കര ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ. അവരൊക്കെ ഒരു ടീമല്ലായിരുന്നോടാ, ഒരു സഹോദരൻ ആണ് ചിന്നു, ഞങ്ങളുടെ സഹോദരി, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല ഷാജി ചേട്ടൻ്റെ വാക്കുകൾ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ ഫുൾ പിന്തുണച്ചത് ഷാജി ചേട്ടനായിരുന്നേ. അപ്പം അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിന് എനിക്കിപ്പോൾ പറയാനുള്ളത് തന്നെയാണ്.
അത് സഹോദരൻ, ഇത് സഹോദരി. നമ്മുടെ നമുക്കതിനെപ്പറ്റി കൂടുതൽ പ്രതികരണം ഇല്ല. കാരണം ഇതേ എനിക്ക് പറയാനുള്ളൂ. സാജു ചേട്ടൻ അവർക്ക് വർഷങ്ങളായിട്ട് സുചേട്ടനെ അറിയാവുന്ന ഒരു ചിന്നു, എന്താ പറയുക, സുചേട്ടൻ്റെ സഹോദരി, ഞങ്ങളുടെ സഹോദരി, അന്നും ഇന്നും ഞങ്ങൾക്ക് ഒരുപോലെ നിൽക്കുന്ന ചിന്നു. അതിനൊരു കാര്യമുണ്ട് ചേച്ചി. കാരണം നമ്മൾ ആ പെർഫ്യൂം ലക്ഷ്മി ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ശരിക്കും പുള്ളിക്ക് എന്ത് ഇത് ചൊടിപ്പിച്ചത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, കുട്ടിയുടെ അടുത്ത് ഞാനാണ് പറഞ്ഞത് എനിക്ക് പെർഫ്യൂം ഉണ്ടാക്കി തരണം എന്നൊക്കെ. ആ പെർഫ്യൂമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈയിടെ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയായിരുന്നല്ലോ, ജിൻ്റെ ഊതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ടർ, അതിൽ മെയിനായിട്ട് അഭിനയിച്ച കുട്ടിയുടെ പേര് സൂരജ് എന്നാന്ന് തോന്നുന്നു. ആ കുട്ടി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ്, ചേച്ചിയുടെ സ്റ്റോറി ബേസ്ഡ് ആണ് ഇത്, എനിക്ക് ഇതായത് ഈ സ്റ്റോറി ചേച്ചിയുടെ സ്റ്റോറി ബേസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് പെർഫ്യൂമിൻ്റെ, ചിന്നു കൊണ്ടുവന്ന പെർഫ്യൂമിൻ്റെ. അപ്പം ഞാൻ ആണോ, ഓക്കെ. അപ്പം ഇന്നലെ വൈകിട്ടാണ് ഞാനത് കാണുന്നത്. എന്നോട് പറഞ്ഞ റിവ്യൂ തരണേന്ന് പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ആ കുട്ടിയുടെ അഭിനയം അത്ര അഭിനയമാണ്. അതിനെ അഭിനയിച്ചവരെല്ലാവരും, ആ പെൺകുട്ടിയാണല്ലോ ആ കുട്ടിയാണല്ലോ. പക്ഷേ അതിനകത്തെ ലാസ്റ്റ് ഒരു സംഭവമുണ്ട്. ആളുടെ മണം ഇങ്ങനെ, ആളുടെ ആത്മാവ് തന്നെയാണ് ആ മണമായിട്ട് ചെന്ന് നിൽക്കുന്നത്. അത് ഭയങ്കര ഫീൽ ചെയ്തെനിക്ക്. അപ്പം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ കുട്ടി ചിന്നു നമുക്കത് കൊണ്ട് തന്നത്. സുചേട്ടൻ തന്നെയാണ് അത്, മനസ്സിലായോ? അപ്പം ഇന്നലെ അതും കൂടെ കണ്ടപ്പോഴത്തേ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞാൻ എന്നിട്ട് റിവ്യൂ കൊടുത്തു, നന്നായിട്ട് ഉണ്ടെന്ന് പറഞ്ഞ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അല്ല ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ, മീൻസ് ഇതൊക്കെ നാട്ടുകാരെ കാണിച്ചു തരേണ്ട ആവശ്യം? ഒരിക്കലും ഇല്ല, അങ്ങനെയൊന്നും തോന്നി. ഞാൻ തന്നെയാണ് പറഞ്ഞത് എല്ലാവരും കാണട്ടെ, എല്ലാവരും അറിയട്ടെ. അറിയാത്തവർ ഒരുപാട് പേര് കാണുമല്ലോ. ഇപ്പം ഇങ്ങനെ ആഗ്രഹം വെച്ചിട്ടേ ഇതെന്താ ചെയ്യാന്നറിയാത്ത ഒത്തിരി പേര് കാണുമല്ലോ. പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞ് പോയിട്ട് അവരുടെ സ്മെല്ല് വേണമെന്നും അല്ലെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. അവർക്കൊക്കെ ഇത് കാണുമ്പോഴത്തേനൊരു അറിവ് കിട്ടട്ടെ എന്നോർത്തിട്ട് ഞാൻ തന്നെയാണ് ആ കുട്ടിയോട് പറഞ്ഞത് നമുക്ക് എല്ലാവരെയും കാണിച്ചിട്ട് വേണം ചെയ്യാൻ. അത് മാത്രമല്ല ചേച്ചി, ഇപ്പം പറയുന്നുണ്ട് സുധിയെ വിറ്റ് കാശുണ്ടാക്കിയാണ് ലക്ഷ്മി ജീവിക്കുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. അതിനോട് ചേച്ചി ശരിക്കും യോജിക്കുന്നുണ്ടോ? ഒരിക്കലും യോജിക്കത്തില്ല. ഞാനത് എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നു. നേരത്തെ ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒരിക്കലും യോജിക്കത്തില്ല ഞാൻ. എല്ലാവരുമായിട്ടുള്ള അഭിപ്രായം. എല്ലാ മന്തും ഒരു എമൗണ്ട് 5,000 തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ മന്തും തന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ തരാറുണ്ടായിരുന്നു. വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്യുന്നത്? നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ട് കൂടെ. ഇപ്പം ഈ തിരക്കായതുകൊണ്ടാണ് കുട്ടി വരാത്തത്. തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ആള് വരും. ഇപ്പം സ്റ്റാർ മാജിക്കിൽ സുചേട്ടൻ ഉണ്ടായിരുന്ന സമയത്തും ഒരുപാട് മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു കടന്നു പോയത്. കാരണം ഒരുപാട് കാര്യങ്ങൾ സുചേട്ടൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും സഹായിക്കാണ്ട് ഇന്നിപ്പോൾ ഒരു ഇതിലേക്ക് വരുമ്പോഴേ ഇല്ലടാ, അത് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് കൊറോണ സമയത്തായിരുന്നു. അത് സത്യം പറഞ്ഞാൽ സുചേട്ടന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ വീട്, ഇപ്പം ഈ വീടല്ല, പണ്ടത്തെ ആ വീട്ടിലെ സാഹചര്യങ്ങളൊന്നും ചേട്ടൻ സത്യം പറഞ്ഞാൽ ഓപ്പണായിട്ട് ആരോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ കരഞ്ഞിട്ടുണ്ട്, കുട്ടിയെ കൊണ്ട് പോയതും അതൊക്കെയല്ലേ പറഞ്ഞത്. അല്ലാതെ ചേട്ടൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെന്നൊന്നും ആരോട് പറഞ്ഞിട്ടില്ല. ബർത്ത്ഡേക്ക് വേണമെന്ന് അത് ആഗ്രഹം ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ അന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നോ? അന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നോന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. അല്ല, എന്താ ഇപ്പം അതായത് പുള്ളിക്കാരി പറയുന്നുണ്ട് ബ്രദറിനെ പോലെയാണെന്ന്. അപ്പം പിന്നെ സ്വിച്ചുകൊണ്ടുള്ളപ്പോഴും ആവശ്യം വന്നിട്ട് സഹായിച്ചിട്ട്, പിന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. വീഡിയോ എടുത്ത് കാശ് ഉണ്ടാക്കാനായിട്ടുള്ള സ്നേഹം കാണിക്കാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? ഒരിക്കലും ഇല്ല, വീഡിയോ എടുത്ത് കാശ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കുറെ നെഗറ്റീവ്? അതാണ് നല്ലത് പറയുമ്പോഴത്തേന്. അത് നേരത്തെ പെർഫ്യൂം തന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് കേട്ടതല്ലേ. ഞാൻ പറഞ്ഞിട്ടാണ് പെർഫ്യൂം ഉണ്ടാക്കിയത് പോലും ആണ്. അതിപ്പം ഇപ്പം ഞാൻ പറയുന്ന പോലെ ഈ മനുഷ്യരുടെ മനസ്സാണ്. നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും, പോസിറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് അവസ്ഥ, ഇതാണ്. ഇപ്പം ലക്ഷ്മി വിളിക്കാറൊക്കെ ഉണ്ടോ? ഇപ്പം മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഈ ഷാജിയേട്ടനും അവരൊക്കെ പറഞ്ഞതിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇല്ല, ആ ഒരു കോൺട്രവേഴ്സിനെ കുറിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും ഞാൻ വേറൊന്നുമല്ല. ഇപ്പൊ ഈ അധികം സംസാരിക്കല്ല, കാരണം ആ കുട്ടിയും തിരക്കാണ്, ഞാൻ നാടകത്തിന്റെ തിരക്കായോണ്ടേ ഞാൻ അധികം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ വൈറൽ ഫോട്ടോഷൂട്ട് ഇട്ടപ്പോഴാണ് ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയ പിന്നെ ആക്റ്റീവ് ആയത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിക്കാരി വ്ളോഗ് ചെയ്യാറുണ്ട്, ശിഷ്യരെ കൂടെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതില് ചെയ്യുന്ന ഒരു BGMs ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പല ആൾക്കാരും ശ്രദ്ധിക്കണം എന്നുണ്ടാവും. അപ്പൊ അങ്ങനെ BGM ഒക്കെ ചെയ്യുമ്പം തോന്നിയിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെ സീരിയൽ
പോലുള്ള ഒരു BGM ഒക്കെ കയറ്റി ഇല്ല, അന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊരു പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായുള്ള രീതിയിലല്ലേ പ്രസന്റ് ചെയ്യേണ്ടത്. BGM എന്താ, നമ്മളൊരു എന്തെങ്കിലും ഒരു നല്ല പ്രസന്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ എന്ത് പ്രസന്റ് ചെയ്താലും അത് നന്നായിട്ട് ഉള്ളിൽ, ആൾക്കാരുടെ ഉള്ളിൽ നമ്മൾ ചെയ്യും. കാണണം, ആൾക്കാർ കാണണം നന്നായിട്ട്. മീൻസ് കാണണമെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഉള്ളിലോട്ട് അതിൻ്റെ ഇത് ചെല്ലണമെങ്കിൽ ഇത് തന്നെയല്ല എന്ത് ചെയ്താലും. ഇപ്പം നമ്മളൊരു കാര്യം അവതരിപ്പിച്ചാൽ അത് നന്നായിട്ടല്ലേ അവതരിപ്പിക്കുന്നത്, അഴുക്കായിട്ട് അവതരിപ്പിച്ച കാര്യമില്ലല്ലോ. അതുകൊണ്ട് അല്ലാതെ അതിന് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു രീതിയിലുള്ളൊരു എന്താണ് ഒരു കുലുക്കുണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ സുധിച്ചേട്ടൻ്റെ ഫാമിലിയെ വിറ്റ് ജീവിക്കുകയാണ്, ലക്ഷ്മി നക്ഷത്ര അങ്ങനെ വെച്ചിട്ട് ഒരുപാട് രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ തെറി അഭിഷേകം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേഴ്സണാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? കാരണം നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ പുള്ളിക്കാരി എന്ന് പറയുന്നത്. ഒരിക്കലും ആ കുട്ടി എന്താ പറയുക, നമ്മുടെ കൂടെ നിൽക്കുന്ന കുട്ടിയാണ്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്നത് ഞാൻ അന്നും എന്നും പറയുന്ന പോലെ അവർ പറഞ്ഞുകൊണ്ടിരിക്കൂടാ. എത്ര നല്ല കാര്യം ചെയ്താലും പറഞ്ഞുകൊണ്ടിരിക്കും ആണ്. പോസിറ്റീവ് പറയുന്നവർ നമുക്ക് കുറച്ച് പേരുണ്ടെങ്കിൽ അവർ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് അനുകൂലമായിട്ട് തന്നെ നിൽക്കും. നെഗറ്റീവ് പറയുന്നവർക്ക് ഇനി പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ആണ്. നമ്മളതൊന്നും നമുക്ക് ബാധിക്കാതിരുന്നാൽ മതി, അത് നമ്മൾ മൈൻഡ് ചെയ്തിരുന്നാൽ മതി. ഞാൻ ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സ് കല്ലായെങ്കിൽ പിന്നെ നമ്മൾ എന്നെ വെക്കാനും നമ്മുടെ ദേഹത്തിനിട്ട് അടിച്ചാൽ നമുക്ക് വേദന എടുക്കും. അങ്ങനെ ഒരു മൈൻഡ് എനിക്കിപ്പം. എന്നെ വന്ന് ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ അടിച്ചാൽ എനിക്ക് വേദന എടുക്കും, പക്ഷെ എനിക്ക് ഈ കുത്തുന്നതോ ഒന്നും ഒരു വേദന എടുക്കത്തില്ല. ഈ മുഖത്ത് നോക്കിയൊക്കെ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു, നീ ഒരു വീഡിയോ അല്ലേ? ഉണ്ടായിട്ടില്ല. ഈ കമന്റ്സിലൂടെ കമന്റ് സെക്ഷൻ അല്ല, ഈ കമന്റ് അടിക്കുന്നവർ ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ സ്നേഹമായിരിക്കും. അത് എന്താന്ന് വെച്ചാല് മലയാളികളെന്നല്ല, ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു പ്രത്യേക സവിശേഷതയാണ്. അതെ, അതുകൊണ്ടാണ് ഇത്രയും കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കി എടുക്കണേ. ഇപ്പൊ ഒരു നോർമലി ഉണ്ടാവുന്ന ഒരു ഫോട്ടോഷൂട്ടാണ്, അതിലെന്താ തെറ്റെന്ന് എനിക്ക് പോലും മനസ്സിലാവില്ല. അതിന് ഭയങ്കര രീതിയിൽ അവർ കമ്പോസ് ചെയ്ത് അല്ലേ, എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ ഓവർകം ചെയ്ത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാന്ന് പറയുന്നത് മുന്നോട്ട് തന്നെ പോകും. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇത് കൂടുതൽ ഇനി വേറെ വല്ല ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിൽ, അതായത് മര്യാദക്കുള്ള ഫോട്ടോഷൂട്ട്, വേറെ വല്ലോന്ന് പറഞ്ഞാൽ ബ്രൈഡലും ഇനി നല്ല നല്ല ഫോട്ടോഷൂട്ടുകളൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പോയി ചെയ്യും. ആണ്. അപ്പം നോർമലി ഉള്ള ഷൂട്ട്സ് ഒക്കെയാണ് ചേച്ചിക്ക് ഉറപ്പായിട്ട് നോർമലി ഉള്ള ഷൂട്ട് ആണ്. അങ്ങനെ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കാനും. അങ്ങനെ ചെയ്യത്തുള്ളൂ, നോർമലിയുള്ള മാന്യമര്യാദക്കുള്ള ഫോട്ടോഷൂട്ട് ആണ്. അത് മാത്രമല്ല ഇനിയും പുതിയ വർക്ക്സ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചേച്ചി താങ്ക് യു.